ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ എടുത്തു. ആ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻ്റ് ആയ കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ ആ ഫോക്കസ് ഏരിയയിലെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, പഠിക്കുന്നവർക്ക് ഈ ക്വസ്റ്റ്യൻസും പഠിക്കാം, അതിൻ്റെ കൂടെ കൂടുതലും പഠിക്കാം. ഇനി തീരെ പഠിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനെങ്കിലും ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻസാണ്. നമുക്ക് 100% മാർക്ക് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മുന്നേറുമ്പോൾ നിങ്ങൾ ഇതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കയ്യിലെത്തിയിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് എടുക്കുക, നോക്കുക. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 1. അതിൽ എയും ബിയും ഉണ്ട് അല്ലേ? ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. Malpighian body is formed of. Malpighian body is formed of. എന്താ മാൽഫീജിയൻ ബോഡി എന്ന് പറഞ്ഞാൽ? മാൽഫീജിയൻ ബോഡി എന്ന് പറഞ്ഞാൽ ഇതാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമൻസ് ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് അറിയാം എന്തുകൊണ്ടാണ്? എപ്പിത്തീലിയം കൊണ്ടുണ്ടാക്കിയതാണ്. അതുപോലെ ഈ ബൊമൻസ് ക്യാപ്സ്യൂളിലേക്ക് ബ്ലഡ് ക്യാരി ചെയ്ത് വരുന്ന ഈ വെസൽ ഉണ്ട്, അഫ്രന്റ് വെസൽ അല്ലെങ്കിൽ അഫ്രന്റ് ആട്രിയോൾ എന്ന് പറയും. ഈ അഫ്രന്റ് ആട്രിയോളും ഇവിടുന്ന് തിരിച്ചു പോകുന്ന ആട്രിയോളിൻ്റെ പേരാണ് ഇഫ്രന്റ് ആട്രിയോൾ. ഓക്കെ, അപ്പോൾ അഫ്രന്റ് ആട്രിയോളും ഇഫ്രന്റ് ആട്രിയോളും തമ്മിൽ നെറ്റ്വർക്ക് പോലെ ഒരു എൻഡോത്തീലിയം കൊണ്ട് നെറ്റ്വർക്ക് ഉണ്ടാക്കും. ഈ നെറ്റ്വർക്കിൻ്റെ പേരാണ് ഗ്ലോമറൂലസ്. ഓക്കെ, ഗ്ലോമറൂലസ്. ഈ ഗ്ലോമറൂലസും എപ്പിത്തീലിയവും അടങ്ങിയതാണ് മാൽഫീജിയൻ ബോഡി. Bowman's capsule along with the glomerulus is called Malpighian body. Malpighian ബോഡിയെ നമ്മൾ റീനൽ കോർപ്പസ്കിൾ എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇനി അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആൻജിയോടെൻസിൻ 2 ഈസ് ഈക്വൽ ടു ഡാഷ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആൻജിയോടെൻസിൻ ആരോ ആണ് ഈസ് ഈക്വൽ ടു ഡാഷ്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. Angiotensin 2 equal to dash. Dash equal to vasodilator is equal to vasodilator എന്നാ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടേക്ക് നോക്കുക. ആൻജിയോടെൻസിൻ 2 ആരാണ്? ആൻജിയോടെൻസിൻ 2 റാസ് മെക്കാനിസത്തിൽ ഏറ്റവും എൻഡിൽ ഫോം ചെയ്യുന്ന എൻസൈമാണ് ആൻജിയോടെൻസിൻ 2. ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ എന്നാണ് പറയുക. ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ. വാസോ കൺസ്ട്രിക്ടർ ആണ് ആര്? ആൻജിയോടെൻസിൻ 2. എപ്പോഴാണ് വാസോ കൺസ്ട്രിക്ടർ വർക്ക് ചെയ്യേണ്ടത്? വാസോ കൺസ്ട്രിക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മൾ അഫ്രന്റ് വെസൽ ഡയലേറ്റ് ചെയ്താൽ, നമ്മുടെ ബ്ലഡ് പ്രഷർ എപ്പോഴെങ്കിലും കുറഞ്ഞാൽ, നമ്മുടെ ബി പി കുറഞ്ഞാൽ ആൻജിയോടെൻസിൻ 2 എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? വാസോ കൺസ്ട്രിക്ടർ ആയിട്ട് മാറും. ഈ വാസോ കൺസ്ട്രിക്ടർ വെസൽ ചുരുക്കുന്നതാണ്. അതിൻ്റെ ഓപ്പോസിറ്റാണ് വാസോ ഡയലേറ്റർ. ഈ വാസോ ഡയലേറ്റർ ആര് ഫോം ചെയ്യുന്ന? ANF എന്ന് പറയുന്ന ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF. ANFിൻ്റെ ഫംഗ്ഷൻ വാസോ ഡയലേറ്റർ. അപ്പോൾ ഇത് കുറച്ചും കൂടി പഠിക്കണമെങ്കിൽ നമ്മൾ റാസ് മെക്കാനിസം ഒന്ന് റിവൈൻഡ് ചെയ്ത് കേൾക്കണം. എന്ന് വെച്ചാൽ ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ, ANF ആക്ട് ആസ് എ വാസോ ഡയലേറ്റർ. ANF ഈസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഹാർട്ട്. ഓക്കെ, അപ്പോൾ ആൻജിയോടെൻസിൻ 2ൻ്റെ ഓപ്പോസിറ്റ് ആണ് ANF. വാസോ കൺസ്ട്രിക്ടറിൻ്റെ ഓപ്പോസിറ്റ് ആണ് വാസോ ഡയലേറ്റർ. വെസൽ ഡയലേറ്റ് ചെയ്യുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ബേർഡ്സ് യൂറോട്ടലിക് ആണ്. അങ്ങനെയാണെങ്കിൽ അക്വാട്ടിക് ഇൻസെക്റ്റ് എന്തായിരിക്കും? സിമ്പിളാണ്, അമിനോറ്റലിക് അനിമൽസ് അല്ലെങ്കിൽ അമിനോറ്റലിക് ആയിരിക്കും. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫിൽ അപ്പ് A and B in the following flow chart. Hypothalamus. A. Water reabsorption from the latter part of the tubule. B. To prevent dash volume of urine is decreased. അത് കാണുമ്പോൾ ഒരു പേടിയാണ്. ഫ്ലോ ചാർട്ട് അല്ലാത്തതുകൊണ്ടാണ് പേടിക്കുന്നത്. ആ ഫ്ലോ ചാർട്ട് രൂപത്തിൽ അങ്ങ് എഴുതിയാൽ വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടേക്ക് നോക്കണേ. ഹൈപ്പോതലാമസ്
ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ഉണ്ട്. ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ഉണ്ട്. ആ ഹോർമോണിന്റെ പേരാണ് വാസോപ്രസിൻ. വാസോപ്രസിൻ അല്ലെങ്കിൽ ADH എന്ന് പറയുന്ന ഹോർമോൺ. ഓക്കെ, ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിന്റെ പേരാണ് ADH അല്ലെങ്കിൽ വാസോപ്രസിൻ. വാസോപ്രസിന്റെ ഫംഗ്ഷൻ എന്താണ്? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം നെഫ്രോൺ. വാട്ടർ ഫ്രം നെഫ്രോണിൽ അല്ലെങ്കിൽ വെഫ്രോണിൽ വെച്ച് വാട്ടർ റീഅബ്സോർബ് ചെയ്യുന്ന ഹോർമോണാണ് ആര്? വാസോപ്രസിൻ. അപ്പം നെഫ്രോണിന്റെ പല ഭാഗത്താണ്, പ്രത്യേകിച്ച് DCTയും അതുപോലെ തന്നെ PCTയും. അപ്പോൾ ഈ PCTയിലും DCT വാട്ടർ റീഅബ്സോർപ്ഷൻ സഹായിക്കുന്ന ഹോർമോണാണ് വാസോപ്രസിൻ. ഈ വാസോപ്രസിൻ ടു പ്രിവെന്റ് ഡാഷ് വോളിയം ഓഫ് യൂറിൻ. വാസോപ്രസിൻ റീഅബ്സോർപ്ഷൻ നടത്തിയാൽ, വാസോപ്രസിൻ വാട്ടറിനെ റീഅബ്സോർപ്ഷൻ നടത്തിയാൽ യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവോ ഡിക്രീസ് ആവോ? യൂറിൻ ഔട്ട്പുട്ട് ഇൻക്രീസ് ആവോ, അല്ലേ? ആണോ? അല്ല. റീഅബ്സോർപ്ഷൻ കൂടിയാൽ യൂറിൻ ഔട്ട്പുട്ട് കുറയും, യൂറിൻ ഔട്ട്പുട്ട് ഡിക്രീസ് ആവും. നേരെ മറിച്ച് ഡെഫിഷ്യൻസി ഓഫ് ADH കുറഞ്ഞാലോ റീഅബ്സോർപ്ഷൻ കുറയും, യൂറിൻ ഔട്ട്പുട്ട് കൂടും. യൂറിൻ ഔട്ട്പുട്ട് കൂടുന്നത് 1.5 ലിറ്ററിനെക്കാട്ടിലും കൂടുതൽ മൂത്രം നമ്മൾ ഒഴിക്കുന്നതിനെ എന്താ വിളിക്കുക? ഡയബറ്റിക് ഇൻസിപ്പറ്റസ് എന്നാണ് പറയുക. അത് ADHന്റെ അളവ് കുറഞ്ഞിട്ട് റീഅബ്സോർപ്ഷൻ കുറഞ്ഞിട്ട് വാട്ടർ റീഅബ്സോർപ്ഷൻ കൂടുന്ന അസുഖത്തെയാണ് നമ്മൾ ഡയബറ്റിക് ഇൻസിപ്പറ്റസ് എന്ന് പറയുക. പക്ഷേ ഇത് നോർമൽ ഫംഗ്ഷനാണ്. അപ്പോൾ അവിടെ സംഭവിച്ചത് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് വാസോപ്രസിൻ അല്ലെങ്കിൽ ADH. അത് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ഇത് പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഈ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാസോപ്രസിന്റെ ഫംഗ്ഷൻ എന്താ? റീഅബ്സോർപ്ഷൻ ഓഫ് വാട്ടർ ഫ്രം നെഫ്രോൺസ് ആണ്. നേരെ മറിച്ച് ADHന്റെ അളവ് കുറഞ്ഞാൽ റീഅബ്സോർപ്ഷൻ കുറയും. ADHന്റെ അളവ് ഉണ്ടായി കഴിഞ്ഞാൽ റീഅബ്സോർപ്ഷൻ കൂടും. അപ്പോൾ ADH ഉണ്ടെങ്കിൽ റീഅബ്സോർപ്ഷൻ കൂടും, റീഅബ്സോർപ്ഷൻ കൂടുമ്പോൾ യൂറിൻ ഔട്ട്പുട്ട് കുറയും. പക്ഷേ ADH കുറഞ്ഞാലോ റീഅബ്സോർപ്ഷൻ കുറയും, യൂറിൻ ഔട്ട്പുട്ട് കൂടും. ഓക്കെ, അതാണ് ആ ഫ്ലോ ചാർട്ട് സൂചിപ്പിക്കുന്നത്. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ. പേഷ്യന്റ് ഹാവിംഗ് പെയിൻ ഓൺ ആംഗിൾ ജോയിന്റ്. ഡോക്ടർ സജസ്റ്റഡ് ടു ചെക്ക് യൂറിക് ആസിഡ് ലെവൽ ഇൻ ദി ബ്ലഡ്. യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ജോയിന്റിൽ ആംഗിൾ ജോയിന്റിൽ വേദന, ഡോക്ടർ പറയാം ആദ്യം പോയി യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത് തരാൻ എന്ന് ചോദിച്ചു. വൈ ദ ഡോക്ടർ സജസ്റ്റ് ടു ചെക്ക് ദ യൂറിക് ആസിഡ്. എന്തുകൊണ്ടാണ് ആംഗിൾ ജോയിന്റിൽ വേദന യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാൻ പറഞ്ഞത്? 2 നെയിം ഓഫ് ദി ഡിസീസ്. അങ്ങനെയാണെങ്കിൽ അസുഖത്തിന്റെ പേരെന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ മനുഷ്യ ബോഡിയിൽ യൂറിക് ആസിഡ് വേണ്ട 4. അപ്പോൾ പെട്ടെന്ന് ഓർക്കാൻ വേണ്ടി യൂറിക് ആസിഡ്. അപ്പോൾ യൂറിക് ആസിഡ് അല്ലേ, എല്ലാം സിമ്പിളായി പഠിക്കുക. യൂറിക് ആസിഡ്, യൂറിക്കിന് 4 ലെറ്റേഴ്സ് ഉണ്ട്. ദിസ് എ നോർമൽ വാല്യൂ. യൂറിക് എന്നുള്ളത് 4 ലെറ്റേഴ്സ് ആണ്, അതാണ് നോർമൽ വാല്യൂ. ആസിഡ് 4 ഉണ്ട്. അപ്പോൾ 4 4 8 അല്ലേ, 8 ലെറ്റേഴ്സ്. യൂറിക് ആസിഡ് 8 അളവിൽ കൂടുതൽ. ഇത് നോർമൽ വാല്യൂ ആണ്. യൂറിക് ആസിഡ് നോർമൽ വാല്യൂ 4 ആണ്. 8 ആയി കഴിഞ്ഞാൽ അബ്നോർമലായി. അപ്പോൾ യൂറിക് ആസിഡ് ലെവൽ നിങ്ങളുടെ ബ്ലഡിൽ 8 ആയി കഴിഞ്ഞാൽ അബ്നോർമലായി. 4 പാടുള്ളൂ. ഈ 8 ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ 4ൽ കൂടുതലായി കഴിഞ്ഞാൽ നമ്മുടെ ആംഗിൾ ജോയിന്റിലും ബ്രസ്റ്റ് ജോയിന്റിലും പെയിൻ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ പെയിൻ യൂറിക് ആസിഡ് നമ്മുടെ ജോയിന്റിൽ അല്ലെങ്കിൽ ബ്ലഡിൽ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ജോയിന്റിൽ പെയിൻ വരുന്ന അസുഖത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗൗട്ട് എന്നാണ് വിളിക്കുക. GOUT, ഗൗട്ട്. ഗൗട്ട് ഈസ് ദ പെയിൻ ഓൺ ദി ജോയിന്റ് ഡ്യൂ ടു അക്യുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ഇൻ ദി ബ്ലഡ്. അതുകൊണ്ടാണ് ഡോക്ടർ അത് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആംഗിൾ ജോയിന്റിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ബ്രസ്റ്റ് ജോയിന്റൊക്കെ വേദന വരികയാണെങ്കിൽ യൂറിക് ആസിഡ് ചെക്ക് ചെയ്യാൻ പറയും. യൂറിക് ആസിഡ് കൂടുന്ന അസുഖത്തിൻ്റെ പേരാണ് ഗൗട്ട്. നോർമൽ യൂറിക് ആസിഡ് ലെവൽ 4 ആണ്. 8 ആയി കഴിഞ്ഞാൽ എക്സസീവായി, 10 ആയി കഴിഞ്ഞാൽ എക്സസീവായി, 4 കൂടുതലായാലും എക്സസീവായി. ആ സമയത്ത് പെയിൻ സ്റ്റാർട്ട് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യൻ. ഹാർട്ട് ആസ് എ റോൾ റെഗുലേറ്റിംഗ് ഫംഗ്ഷൻ ഓഫ് കിഡ്നി ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ്. ഹാർട്ട് കിഡ്നി ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ജസ്റ്റിഫൈ ദി സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. കാരണം 2 രീതി ചെയ്യുന്നുണ്ട് ഹാർട്ട്. കിഡ്നി ഓട്ടോ റെഗുലേറ്റിംഗ് ഓർഗൻ എന്ന് പറയാൻ തന്നെ കാരണം എന്താ? കിഡ്നി ഓട്ടോ റെഗുലേറ്റിംഗ് ഓർഗൻ എന്ന് പറയാൻ കാരണം എന്താണ്? കിഡ്നിയിലും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഹാർട്ടിലും പ്രൊഡ്യൂസ്. ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേരാണ് ANF. നേരത്തെ പറഞ്ഞു ആട്രിയോ നെട്രിയോ യൂററ്റിക് ഫാക്ടർ ANF. ഈ ANF ആരാണ്? ഒരു വാസോ. ആരാ പറഞ്ഞത്? നേരത്തെ പറഞ്ഞത് ANF ഈസ് എ വാസോ. പറഞ്ഞു നോക്ക്. വാസോ കൺസ്ട്രിക്ടറും വാസോ ഡയലേറ്റർ പറഞ്ഞു. ആൻജിയോടെൻസിൻ 2 ആരാണ്? വാസോ കൺസ്ട്രിക്ടറാണ്. അപ്പോൾ ANF ആരാണ്? വാസോ ഡയലേറ്ററാണ്. ഈ വാസോ ഡയലേറ്റർ എപ്പോഴെങ്കിലും നമ്മുടെ BP കൂടി, ബ്ലഡ് പ്രഷർ കൂടി. ഈ ബ്ലഡ് പ്രഷർ കൂടാൻ കാരണം എന്താ? നമ്മുടെ വെസൽസിൻ്റെ വോളിയം കുറഞ്ഞു അല്ലെങ്കിൽ വണ്ണം കുറഞ്ഞപ്പോൾ BP കൂടി. ഈ BP കൂടുമ്പോൾ വോളിയം കൂട്ടണം. വോളിയം കൂട്ടിയാൽ എന്താ സംഭവിക്കുക? പ്രഷർ കുറയും. അങ്ങനെ BP കൂട്ടാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അത് ഉള്ളത് കൊണ്ട് ഈ ANF എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹാർട്ട് ആൾസോ ഓട്ടോ റെഗുലേറ്റിംഗ് ഓർഗൻ എന്നാണ് വിളിക്കാറ്. മാത്രമല്ല ഓട്ടോമാറ്റിക്കായിട്ട് കോൺട്രാക്ട് ചെയ്യും. കാരണം എന്താണ്? ഹാർട്ട് ഈസ് മേഡ് അപ്പ് ഓഫ് മയോജനിക് മസിൽസ്. വേറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഹാർട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ ANF റാസ് മെക്കാനിസത്തെ സഹായിക്കുന്നു. അടുത്തത് റൈറ്റ് ദ സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്സ്.
വളരെ സിമ്പിളൊരു ക്വസ്റ്റ്യൻ ആണ്. യൂറിൻ ഫോമേഷനിൽ എത്ര സ്റ്റെപ്സ് ഉണ്ട്? 3 സ്റ്റെപ്സാണ് യൂറിൻ ഫോമേഷന് മെയിൻ ആയിട്ടുള്ളത്. യൂറിൻ ഫോമേഷൻ്റെ 3 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ ആണ് യൂറിൻ ഫോമേഷൻ്റെ രണ്ടാമത്തെ സ്റ്റെപ്പ്. സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്യൂബുലാർ സെക്രീഷൻ. ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, ട്യൂബുലാർ സെക്രീഷൻ. അപ്പോൾ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ, ഇതാണ് 3 സ്റ്റെപ്പുകൾ. ഗ്ലോമറുലാർ ഫിൽട്രേഷന് നമ്മൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ, ട്യൂബുലാർ സെക്രീഷൻ. ഓക്കെ, ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോമേഷൻ. ഈ 3 സ്റ്റെപ്പുകളും നമ്മുടെ നെഫ്രോണിൻ്റെ പല ഭാഗങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. അതിനുശേഷമേ യൂറിൻ ഫോം ചെയ്യുള്ളൂ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോമേഷൻ. ഓക്കെ, വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. അടുത്തത് 8ാമത്തെ 7 തന്നെ. ഓക്കെ, 6ാമത്തെ ക്വസ്റ്റ്യനും 7ാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ദ സ്റ്റെപ്സ് 3 സ്റ്റെപ്സ് ഓഫ് യൂറിൻ ഫോമേഷൻ. ഓക്കെ, എഴുതി. നെയിം ദ എപ്പിത്തീലിയൽ സെൽസ് പ്രസന്റ് ദി ബൊമൻസ് ക്യാപ്സ്യൂൾ. ബൊമൻസ് ക്യാപ്സ്യൂളിൽ കാണുന്ന സെല്ലിൻ്റെ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബൊമൻസ് ക്യാപ്സ്യൂൾ. ഈ ബൊമൻസ് ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയത് എപ്പിത്തീലിയം കൊണ്ടാണ്. ഈ എപ്പിത്തീലിയൽ സെൽസ് അല്ലെ എപ്പിത്തീലിയം കൊണ്ടുണ്ടാക്കിയ ഈ ബൊമൻസ് ക്യാപ്സ്യൂൾ ഒരു പ്രത്യേക ടൈപ്പ് സ്പെഷ്യലൈസ്ഡ് സെൽസ് കാണാം. ആ സെൽസിൻ്റെ പേരാണ് പൊഡോസൈറ്റ്. ഇവിടെ കാണുന്ന സെൽസിൻ്റെ പേരാണ് പൊഡോസൈറ്റ്സ്. ഈ പൊഡോസൈറ്റ്സുകൾ അറേഞ്ച് ചെയ്തത് ഇൻട്രിക്കേറ്റ് മാനറിലാണ്. ഈ പൊഡോസൈറ്റുകൾ അറേഞ്ച് ചെയ്തത് ഇൻട്രിക്കേറ്റ് മാനറിലാണ്. അതുകൊണ്ട് അവിടെ സ്ലിറ്റുകൾ, പോറുകൾ പ്രസൻ്റ് ആണ്. ദാറ്റ് പോർസ് ആൻഡ് സ്ലിറ്റ്സ് ആർ ഹെൽപ്പിംഗ് ഫോർ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ. Through that slits, the filtration should be take place from glomerulus to Bowman's capsule with the help of hydrostatic and osmotic pressure. ഇനി അടുത്തതിലേക്ക് പോകാം നമുക്ക്. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒബ്സർവ് ദി ഡയഗ്രാം ആൻഡ് ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, 8ാമത്തെ ഐഡൻറ്റിഫൈ ദി ഡയഗ്രാം. ഡയഗ്രാം ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ എന്താ ഡയഗ്രാം? ഇത് തന്നെയാണ് ഡയഗ്രാം. വളരെ സിമ്പിളായ ഡയഗ്രാമാണ്. ആ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് നിങ്ങൾ ഡയഗ്രാം നോക്കുക. ഓക്കെ, ആ ഡയഗ്രാം കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാരാണ്? ബൊമൻസ് ക്യാപ്സ്യൂളാണ്. കാര്യം അറിയാം. ഇത് അഫ്രണ്ട് വെസലാണ്, ഇത് ഇഫ്രണ്ട് വെസലാണ്, ഇത് നെറ്റ്വർക്കായി കിടക്കുന്ന ഗ്ലോമറുലസ് ആണ് അല്ലേ. അപ്പോൾ ഈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രത്തിൽ ഇവിടെ കൊടുത്തു എ, ഇത് ബി ആണെന്ന് വിചാരിച്ചുള്ള ഡയഗ്രാം തന്നെ നോക്കണ്ട. ഇവിടേക്ക് നോക്കും ബി, ഇത് സി ആണെന്ന് വിചാരിക്കുക, ഇത് ഡി ആണെന്ന് വിചാരിക്കുക, ഇത് ഇ ആണെന്ന് വിചാരിക്കുക. എങ്കിൽ ABCDE എന്ന് ലാബിൽ ചെയ്തോളൂ. ഈ ഡയഗ്രത്തിൻ്റെ പേര് പറ. ഗ്ലോമറുലസും ബൊമൻസ് ക്യാപ്സും കൂടെ അലോങ് വിത്ത് കാണുന്നതിന് നമ്മൾ മാൽഫീജിയൻ ബോഡി എന്ന് വിളിക്കുക. അപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്തു. മാൽഫീജിയൻ ബോഡിയുടെ പിക്ചറാണിത്. അല്ലെങ്കിൽ റീനൽ കോർപ്പസ്കിൾസ് എന്ന് പറയുന്ന പിക്ചറാണിത്. അതിൽ ഈ വെസൽസിൻ്റെ പേര്, എയുടെ പേരാണ് എന്താണ്? അഫ്രണ്ട് വെസൽ. അഫ്രണ്ട് വെസൽ അല്ലെങ്കിൽ അഫ്രണ്ട് ആട്രിയോൾ. ബിയുടെ പേരാണ് ഇഫ്രണ്ട് വെസൽ അല്ലെങ്കിൽ ഇഫ്രണ്ട് ആട്രിയോൾ. സിയുടെ പേരാണ് ഗ്ലോമറുലസ്. ഡി ആരാണ്? ബൊമൻസ് ക്യാപ്സ്യൂൾ. ഇ ആരാണ്? PCT അല്ലെങ്കിൽ റീനൽ ടിബ്യൂൾ. റീനൽ ടിബ്യൂളിൻ്റെ PCT എന്ന ഭാഗമാണ്. അപ്പോൾ ഇതാണ് മാൽഫീജിയൻ ബോഡി. അതിൻ്റെ ലാബലേഷനാണ്. ഇത് എപ്പോഴും എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 9. Some condition related to kidney disease are given below. Accumulation of uric acid in the blood, malfunctioning of kidney. Okay, accumulation of urea എന്നാണ്, യൂറിക് ആസിഡ് അല്ല, സോറി, യൂറിയ ഇൻ ദി ബ്ലഡ്, malfunctioning of kidney. Identify the condition, suggest a treatment of kidney failure. അതിൽ തന്നെ എല്ലാ ആൻസറും ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കുന്ന കാര്യം ഐഡൻറ്റിഫൈ ദി കണ്ടീഷൻ. കണ്ടീഷൻ ഏതാണ്? കിഡ്നി ഫെയിലിയർ ആണ്. കാരണം അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? അവിടെ യൂറിയ അടിഞ്ഞുകൊണ്ടിട്ടുണ്ട്. യൂറിയ എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. യൂറിയ ബ്ലഡിൽ കൂടി യുറീമിയായി. യൂറിയ ബ്ലഡിൽ അക്കുമുലേറ്റ് ചെയ്ത യുറീമിയ എന്ന് വിളിക്കാം. അപ്പോൾ യൂറിയ എന്ന് പറഞ്ഞാൽ വേസ്റ്റാണ്. ആ വേസ്റ്റ് കളയേണ്ട കിഡ്നിയായിരുന്നു. പക്ഷേ കിഡ്നിക്ക് ഈ വേസ്റ്റ് കളയാൻ കഴിയുന്നില്ല. ദാറ്റ് ഇസ് എ കിഡ്നി ഫെയിലിയർ ഓഫ് കിഡ്നി ടു റിമൂവ് ദ എക്സസ് വേസ്റ്റ് ഇൻ ദ ബോഡി. സോ ദാറ്റ് ഇസ് എ യുറീമിയ. അപ്പോൾ യുറീമിയ വന്നു കഴിഞ്ഞാൽ, ഈ മാൽഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ കിഡ്നി ഫെയിലിയർ ആയി. അപ്പോൾ ഡിസീസ് മനസ്സിലായി, കിഡ്നി ഫെയിലിയർ. ഈ കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ എന്ത് ട്രീറ്റ്മെൻറ്റാണ്? 2 ട്രീറ്റ്മെൻറ്റ് ആകുള്ളൂ. കിഡ്നി ഫെയിലിയർ വന്നു കഴിഞ്ഞാൽ അക്യൂട്ട് ഉണ്ട്, ക്രോണിക് ഉണ്ട്. കിഡ്നി ഫെയിലിയർ അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പോവുക, ക്രോണിക് എന്ന് പറഞ്ഞാൽ പതുക്കെ കിഡ്നി ഫെയിലിയർ ആവുക. അപ്പോൾ ഈ 2 സിംറ്റം വന്നു കഴിഞ്ഞാലും, 2 അസുഖം വന്നാലും, അക്യൂട്ട് റീനൽ ഫെയിലിയർ വന്നാലും ക്രോണിക് റീനൽ ഫെയിലിയർ വന്നു കഴിഞ്ഞാലും ട്രീറ്റ്മെൻറ്റ് ഒന്നേ ഉള്ളൂ. എന്താ ട്രീറ്റ്മെൻറ്റ്? 2 ടൈപ്പ് ട്രീറ്റ്മെൻറ്റ്. ഒന്ന് ഹീമോഡയാലിസിസ് ചെയ്യാം. ഹീമോഡയാലിസിസ് സജസ്റ്റ് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ദീസ് ആർ ദ 2 ട്രീറ്റ്മെൻറ്റ്. വൺ ഈസ് ഹീമോഡയാലിസിസ്, സെക്കൻഡ് വൺ ഈസ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ആൻസർ 10 to 11 അല്ലേ. 10ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് റീനൽ ട്യൂബ്യൂൾ. ഏതൊക്കെയാണ് റീനൽ ട്യൂബ്യൂളിലെ ഡിഫറെൻറ്റ് പാർട്ട്?
Vasa recta can be seen around the dash of renal tubule. See, explain the significance of vasa recta. വളരെ സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കുക തന്നെ വേണം, എന്നാലേ അത് മനസ്സിലാവുള്ളൂ അല്ലേ. വരയ്ക്കാതെ നമുക്ക് റീനൽ ട്യൂബ്യൂളിൻ്റെ പാട്ട് കിട്ടില്ല. അപ്പോൾ ശ്രദ്ധിക്കട്ടെ, റീനൽ ട്യൂബ്യൂൾ മാത്രമേ പറഞ്ഞുള്ളൂ, നെഫ്രോണിൻ്റെ മുഴുവൻ പാട്ടും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് ബൊമൻസ് ക്യാപ്സ്യൂൾ മുതൽ തുടങ്ങാം. ഇത് ബൊമൻസ് ക്യാപ്സ്യൂളാണ്. ഓക്കെ, ഇത് അഫ്രണ്ട് വെസൽ, ഇത് ഇഫ്രണ്ട് വെസൽ, ഇത് ഗ്ലോമറുലസ്. ഓക്കെ, ഇത്രയും നമുക്ക് അറിയാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടാണ് റീനൽ ട്യൂബ്യൂൾ. ഈ റീനൽ ട്യൂബ്യൂളിൻ്റെ ഫസ്റ്റിൽ ഒരു കോയിൽഡ് പോർഷൻ കാണാം. ഫസ്റ്റിൽ കാണുന്ന കോയിൽഡ് പോർഷൻ അതിനെ നമ്മൾ PCT എന്ന് പറയും. അത് ഫസ്റ്റിൽ കാണുന്നത് കൊണ്ട് തന്നെയാണ് PCT എന്ന് വിളിച്ചത്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. പ്രോക്സിമൽ എന്ന് പറഞ്ഞാൽ നിയർ, പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ, ട്യൂബ്യൂളിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയ ഭാഗം പ്രോക്സിമൽ കൺവല്യൂട്ട്, PCT എന്ന് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു എന്താണ് ഹെയർ പിൻ ഷേപ്പിൽ വളവ് കാണാം. ഇതിൻ്റെ പേരാണ് ഹെൻലീസ് ലൂപ്പ്. ഹെൻലീസ് ലൂപ്പ് താഴേക്ക് പോകുന്ന ഡിസെൻഡിങ്ങും മേലോട്ട് പോകുന്ന അസെൻഡിങ് ലിംബും. ഹെൻലീസ് ലൂപ്പിൻ്റെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും. അത് കഴിഞ്ഞാൽ വീണ്ടും കോയിൽഡ് പോർഷൻ. ഇതിൻ്റെ പേരാണ് DCT, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. ഡിസ്റ്റൽ അകലെ, പ്രോക്സിമലിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂൾ. അത് കഴിഞ്ഞാൽ പിന്നെ കളക്റ്റിംഗ് ഡക്റ്റ് കാണാം. ഇതാണ് കളക്റ്റിംഗ് ഡക്റ്റ്. These are the parts of renal tubule. PCT ഉണ്ട്, DCT ഉണ്ട്, ഹെൻലീസ് ലൂപ്പിലെ ഡിസെൻഡിങ്ങും അസെൻഡിങ്ങും ഉണ്ട്, പിന്നെ കളക്റ്റിംഗ് ഡക്റ്റും ഉണ്ട്. ഇതാണ് നെഫ്രോൺ അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂൾസിൻ്റെ പാർട്ട്. ഈ റീനൽ ട്യൂബ്യൂൾസ് പാർട്സിലേക്ക് അറിയാം എന്ത് കാണുന്നുണ്ട്. ഓക്കെ, പെരി ട്യൂബുലാർ ഇഫ്രണ്ട് വെസൽസിൽ നിന്ന് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് ഇങ്ങനെ സറൗണ്ട് ചെയ്ത് പോകുന്നുണ്ട്. ഈ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ് സറൗണ്ട് ചെയ്ത് ഇങ്ങനെ പോകും. ഇതിൻ്റെ പേരാണ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ്. ഈ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൻ്റെ ഇവിടെ മാത്രം നിങ്ങൾ നോക്കിയേ ഒരു U ഷേപ്പിൽ ഒരു ഭാഗം കാണാം. പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിന് ഇവിടെ U ഷേപ്പിൽ ഒരു ഭാഗം കാണാം. ഈ ഭാഗത്തെയാണ് നമ്മൾ വാസ റെക്റ്റ എന്ന് പറയാം. വാസ റെക്റ്റ. സോ വാസ റെക്റ്റ ഇസ് ദ പാർട്ട് ഓഫ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ്. ഏതാ ഷേപ്പ്? U ഷേപ്പ്. എന്താണ് വാസ റെക്റ്റയുടെ സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദിച്ചത്. ഈ വാസ റെക്റ്റയും അതുപോലെ ഹെൻലീസ് ലൂപ്പ് രണ്ടും എന്താണ് അറേഞ്ച് ചെയ്ത് എന്താണ് കറക്റ്റ് വഴിയിലാണെങ്കിലും രണ്ടുപേരുടെയും ഫ്ലോ ഓപ്പോസിറ്റ് ആണ്. വാസ റെക്റ്റയിൽ കൂടെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, ഇങ്ങോട്ടാണ്. പക്ഷേ ഇതിൽ കൂടെ വേസ്റ്റ് അല്ലെങ്കിൽ റീനൽ ട്യൂബ്യൂളിൽ കൂടെ അല്ലെങ്കിൽ ഹെൻലീസ് ലൂപ്പിൽ കൂടെ വേസ്റ്റ് പോകുന്നത് ഈ ഡയറക്ഷനിൽ. അപ്പോൾ രണ്ടുപേരും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ എന്തിനാണ് വാസ റെക്റ്റയും ഹെൻലീസ് ലൂപ്പ് അങ്ങനെ അറേഞ്ച് ചെയ്തത്? വാട്ട് ഈസ് സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ടു പെർഫോം എ കൗണ്ടർ കറണ്ട് മെക്കാനിസം. കൗണ്ടർ കറണ്ട് മെക്കാനിസം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരെയും അങ്ങനെ ആ രൂപത്തിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്തത്. ആ മെക്കാനിസത്തെ നമ്മൾ കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയാം. എന്തിനു വേണ്ടിയാണ്? എന്താണ് കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിൻ്റെ പ്രത്യേകത? ടു പെർഫോം അല്ലെങ്കിൽ ടു പ്രൊഡ്യൂസ് എ ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ, അല്ലെങ്കിൽ മനുഷ്യൻ്റെ യൂറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അറേഞ്ച് ചെയ്തത്. സോ കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ഇത്? മെക്കാനിസം പെർഫോം ടു പ്രൊഡ്യൂസ് ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഹൈലി കോൺസെൻട്രേറ്റഡ് ആയി യൂറിൻ ഫോം ചെയ്യിക്കാനാണ് ആ മെക്കാനിസം. ആ മെക്കാനിസത്തിലെ രണ്ട് ഓർഗൻസ് ആണ് വാസ റെക്റ്റയും ഹെൻലീസ് ലൂപ്പും. അപ്പോൾ വാസ റെക്റ്റിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചാലും ടു പ്രൊഡ്യൂസ് ഹൈലി കോൺസെൻട്രേറ്റഡ് യൂറിൻ. ഇനി അടുത്തത് 11ാമത്തെ ക്വസ്റ്റ്യൻ. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് റെനിൻ ആൻജിയോടെൻസിൻ മെക്കാനിസം ഇൻ ദി യൂറിൻ ഫോമേഷൻ. യൂറിൻ ഫോമേഷനിൽ എന്താണ് അതിൻ്റെ മെക്കാനിസം? അപ്പോൾ റാസ് മെക്കാനിസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. റാസ് മെക്കാനിസം. അപ്പോൾ റാസ് മെക്കാനിസം എന്താ നിങ്ങൾ അറിയണം. റാസ് മെക്കാനിസം അറിയണമെങ്കിൽ ആദ്യം റാസിൻ്റെ ഫുൾ ഫോം കിട്ടണം. ആദ്യം റാസിൻ്റെ ഫുൾ ഫോം RAAS, റാസ്. R ഫോർ റെനിൻ, A ഫോർ ആൻജിയോടെൻസിൻ, A for aldosterone, S for system, RAS, renin, angiotensin, aldosterone system. വളരെ ഷോർട്ടാക്കി പറയാം, ശ്രദ്ധിച്ചോളൂ. എപ്പോഴെങ്കിലും നമ്മുടെ അഫ്രന്റ് വെസൽ ഡയലേറ്റ് ചെയ്താൽ, എപ്പോഴെങ്കിലും അഫ്രന്റ് വെസൽ അല്ലേ, അഫ്രന്റ് വെസൽ ഏതാണ്? ഇത്. ഈ അഫ്രന്റ് വെസൽ എപ്പോഴെങ്കിലും ഡയലേറ്റ് ചെയ്താൽ, ഓക്കെ, നിങ്ങൾ ഈ അഫ്രന്റ് വെസൽ എപ്പോഴെങ്കിലും ഡയലേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ BP കുറഞ്ഞാൽ എന്ന് പറയുക, കാരണം അഫ്രന്റ് വെസൽ വലുതാവുക, വെസൽ വലുതായി കഴിഞ്ഞാൽ വോളിയം കൂടും, വോളിയം കുറഞ്ഞാൽ BP കുറയും. എപ്പോഴെങ്കിലും അഫ്രന്റ് വെസൽ വലുതായാൽ അല്ലെങ്കിൽ BP കുറഞ്ഞാൽ, ഈ BP കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ JGA, ജക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്, ഇഫ്രണ്ട് വെസൽസിലുള്ള സ്ട്രക്ചറാണ് ജക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസ്. ഈ ജക്സ്ട്രാ ഗ്ലോമറുലാർ അപ്പാരറ്റസിൽ നിന്ന് ഒരു കെമിക്കൽ പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കലിൻ്റെ പേരാണ് റെനിൻ.
അപ്പോൾ JGA ആണ് റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുക. എപ്പോഴാണ് JGA റെനിൻ പ്രൊഡ്യൂസ് ചെയ്യുക? റെനിൻ JGA പ്രൊഡ്യൂസ് ചെയ്യൽ BP കുറയുമ്പോൾ. അപ്പോൾ എപ്പോഴെങ്കിലും BP കുറഞ്ഞാൽ JGA റെനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റെനിൻ നമ്മുടെ ബ്ലഡിലുള്ള ആൻജിയോടെൻസിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് എൻസൈമിനെ റെനിൻ വന്നിട്ട് ആക്റ്റീവ് ആക്കും. ആ റെനിൻ ആൻജിയോടെൻസിനോജൻ എന്താക്കി മാറ്റും? ആൻജിയോടെൻസിൻ ആക്കി മാറ്റും. So angiotensinogen converted into angiotensin with the help of renin. ഈ angiotensin ആക്റ്റീവ് ആയതിനെ നമ്മൾ angiotensin 1 എന്ന് റെപ്രസെൻ്റ് ചെയ്യും. angiotensin 1 converted into angiotensin 2. So angiotensin 1 converted into angiotensin 2 with the help of ACE. ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈമിൻ്റെ സഹായം കൊണ്ട് ആൻജിയോടെൻസിൻ 1 എന്തായി മാറും? ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറും. ഇനി എല്ലാവർക്കും പറയാൻ പറ്റും. അപ്പോൾ ആൻജിയോടെൻസിൻ 1 എന്തായി മാറി? ആൻജിയോടെൻസിൻ 2 ആയിട്ട് മാറി. അപ്പോൾ ആൻജിയോടെൻസിൻ 2ൻ്റെ ഫംഗ്ഷൻ എന്താ? നേരത്തെ പറഞ്ഞു ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് എ വാസോ ഡയലേറ്റർ ആണോ വാസോ കൺസ്ട്രിക്ടർ ആണോ? ആൻജിയോടെൻസിൻ 2 ആക്ട് ആസ് എ വാസോ കൺസ്ട്രിക്ടർ. ആൻജിയോടെൻസിൻ 2 ആരാണ്? വാസോ കൺസ്ട്രിക്ടർ ആണ്. ഇവിടെ ഞാൻ എഴുതാൻ പോവാണേ വാസോ കൺസ്ട്രിക്ടർ. അപ്പോൾ വാസോ കൺസ്ട്രിക്ടർ എന്താ? വെസൽ ചുരുക്കും. അപ്പോൾ ഇവിടെ പോയാൽ എന്താ സംഭവിക്കുക? വെസൽ ചുരുക്കും, പ്രശ്നം സോൾവ്. ഇതാണ് റാസ് മെക്കാനിസം. അതിൻ്റെ പുറമെ ആൻജിയോടെൻസിൻ 2 നമ്മുടെ ബോഡിയിലെ അഡ്രിനൽ ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കും. ഈ അഡ്രിനൽ ഗ്ലാൻഡ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. ആൾഡോസ്റ്റിറോൺ. ഈ ആൾഡോസ്റ്റിറോൺ എന്താ ചെയ്യുക? മനുഷ്യ ബോഡിയിലെ സോഡിയത്തിൻ്റെയും പൊട്ടാഷ്യത്തിൻ്റെയും ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അതോടുകൂടി ഈ റാസ് മെക്കാനിസം എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. അപ്പോൾ ഇലക്ട്രോലൈറ്റ് ബാലൻസ് വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന മെക്കാനിസമാണ് റാസ് മെക്കാനിസം. ഈ മെക്കാനിസത്തെയാണ് നമ്മൾ റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും അഫ്രൻറ്റ് വെസലോ അല്ലെങ്കിൽ ബ്ലഡ് വെസലോ ഡയലേറ്റ് ചെയ്താൽ BP ഫോളോ ആവും. ഈ BP ഫോളോ ആവുന്ന സമയത്ത് JGA എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? റെനിൻ പ്രൊഡ്യൂസ് ചെയ്യും. ഈ റെനിൻ ആൻജിയോടെൻസിനോജനെ ആൻജിയോടെൻസിൻ 1 ആക്കുകയും ഈ ആൻജിയോടെൻസിൻ 1 കൺവേർട്ടഡ് ടു ആൻജിയോടെൻസിൻ 2 വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻജിയോടെൻസിൻ കൺവേർട്ടിംഗ് എൻസൈം അല്ലെങ്കിൽ ACE. അങ്ങനെ ആൻജിയോടെൻസിൻ 2 ആയി മാറി. ഈ 2 ആക്ട് വാസോ കൺസ്ട്രിക്ടർ വെസൽ ചുരുക്കുന്നു, പ്രശ്നം സോൾവ് ആവും. ഇതിൻ്റെ പുറമെ തന്നെ ആൻജിയോടെൻസിൻ 2 അഡ്രിനൽ ഗ്ലാൻഡിനെ ആക്റ്റീവ് ആക്കിയിട്ട് ആൾഡോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ ആൾഡോസ്റ്റിറോൺ ആണ് സോഡിയം പൊട്ടാഷ്യം ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിനായിട്ട് സോഡിയത്തെ റീഅബ്സോർബ് ചെയ്യുകയും പൊട്ടാസ്യത്തെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഹോർമോണാണ് ആൾഡോസ്റ്റിറോൺ. അപ്പോൾ ഈ ഒരു മെക്കാനിസം അവിടെ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതാണ്. ഈ മെക്കാനിസത്തെയാണ് നമ്മൾ റാസ് മെക്കാനിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇനി നിങ്ങൾ ആ യൂറിൻ ഫോർമേഷൻ 3 സ്റ്റെപ്പുകളില്ലേ? ഗ്ലോമറൽ ഫിൽട്രേഷൻ, സെലക്റ്റീവ് റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. അതൊന്നും ജസ്റ്റ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ 1 മാർക്കും നമുക്ക് നഷ്ടപ്പെടാനില്ല. അത്രയും സിമ്പിളായിട്ടാണ് നമുക്ക് പഠിച്ചത്. ഇനി യൂറോട്ടലിക് ആനിമൽസ് എന്താണ്, അതുപോലെ യൂറിക്കോറ്റലിക് ആനിമൽസ് എന്താണ്, അമ്നോറ്റലിക് ആനിമൽസ് എന്താണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക. അതല്ലാതെ വേറൊന്നും ഈ ചാപ്റ്റർ പഠിക്കാനില്ല. എന്തായാലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാ കുട്ടികളും ആ ചാപ്റ്റർ ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ നീറ്റൊക്കെ എഴുതുന്നവർ എന്ത് ചെയ്യുക? വീണ്ടും ആ ചാപ്റ്റർ കംപ്ലീറ്റ് പഠിക്കണേ. ഫോക്കസ് ഏരിയ മാത്രം ഫോക്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ, അപ്പോൾ നല്ല കുട്ടികളാവുക, കാര്യങ്ങൾ ചോദിക്കുക, മനസ്സിലാക്കുക, പഠിക്കുക. മനസ്സിലാവുണ്ടെന്ന് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോവുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത ടോപ്പിക്കുമായിട്ട് മുന്നോട്ട് വരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു മൊഡ്യൂൾ ശരിക്കും നോക്കുക. എന്തെങ്കിലും സംശയം ചോദിക്കുക, നന്നായിട്ട് മുന്നോട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ കൈൻഡ് കോപ്പറേഷൻ.